ആ തെരഞ്ഞെടുക്കുന്നതിൽ അള്ളാനെ ഭയപ്പെടുന്നത് കൂടിയാണെങ്കിൽ ദാലിക ഖൈറുൻ, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം, അതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. ഈ ഒരു വാക്ക് കേട്ടപ്പോ തിരുദൂതന്റെ സദസ്സിൽ നിന്നും പെൺമക്കൾ എഴുന്നേറ്റുപോയി. വൈവക്കത്തുണ്ടായിരുന്ന കാരമുള്ളെടുത്ത് അവര് തിരിച്ചു വന്നു. അത് തന്റെ തട്ടത്തിൽ കുത്തി മാറുകൾക്ക് മുകളിൽ താഴ്ത്തിയിട്ടു. ഏതായിരുന്നു ആ ആയത്ത്? ഫൽയളിരിബിന ബിഹുംരിഹിന്ന അലാ ജുയൂബിഹിന്ന. നിങ്ങളുടെ തട്ടം അഥവാ തലമറച്ചതിന്റെ ബാക്കി മാറുകൾക്ക് മുകളിലേക്ക് താഴ്ത്തിയിടണമേ എന്ന ആയത്തിറങ്ങിയപ്പോ അത് പിന്നെയാവട്ടെ, കുറച്ചു വയസ്സ് കഴിയട്ടെ, കലാലയങ്ങളും ക്യാമ്പസുകളും തീരട്ടെ എന്നല്ല അവര് ചിന്തിച്ചത്. നിമിഷം കൊണ്ട് പള്ളിയിൽ നിന്ന് എഴുന്നേറ്റ് പോയി മുള്ളെടുത്ത് തട്ടം കുത്തി മാറുമറച്ച് മാറിന്റെ മുകൾ ഭാഗത്തേക്ക് ആ തട്ടമിട്ട് തിരിച്ചു വന്ന് ചോദിച്ചു, ഇങ്ങനെയാണോ നബിയെ താങ്കൾ ഉദ്ദേശിച്ചത്? അതായിരിക്കണം നിലവാരം, അതായിരിക്കണം മക്കളെ നമ്മളുടെ അഭിമാനം. മരിച്ച് കുത്തുകെട്ടി മരിക്കാൻ കിടക്കുന്ന ഉമർ റളിയല്ലാഹുവിന്റെ അരികിലേക്ക് നെരിയാണിക്ക് താഴെ വസ്ത്രമിറങ്ങിയ ഒരു മകൻ വന്നപ്പോ, ഒരു സ്വഹാബി വന്നപ്പോ, അതൊന്ന് പൊന്തിച്ചുടുക്കടോ എന്ന് പറയുന്ന സെക്കൻഡിൽ ആ തുണി പൊന്തിച്ചുടുത്ത് ഉമർ റളിയല്ലാഹുവിന്റെ മുൻപിലേക്ക് കുനിഞ്ഞിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അവനാ നമുക്ക് മാതൃക. അവനായിരിക്കണം നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ മാതൃകാ രംഗത്തും. ആ രീതിയിൽ അമിതമായ ഫാഷൻ രംഗം. അവസാനമായി ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ ഏറെ സ്വാധീനിക്കുന്ന മറ്റൊരു മേഖല, കൗമാരം നശിപ്പിക്കുന്ന ഒരു മേഖല അമിതമായ മൊബൈലിന്റെ ഉപയോഗമാണ്. ഒരു തരം മൊബൈൽ മാനിയ. എത്രയെത്ര കുടുംബങ്ങളാ തകരുന്നത്, എത്രയെത്ര മക്കളുടെ യൗവനങ്ങളാ നശിക്കുന്നത്, എത്രയെത്ര പെൺമക്കളുടെ കന്യകാത്തങ്ങളാ നശിച്ചു പോകുന്നത്, എത്രയെത്ര ആൺമക്കളാ ഒരുപാട് സങ്കടത്തിലേക്ക് എത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നാശത്തിലേക്ക് എത്തിക്കുന്ന നമ്മളെ കൗമാരവും യൗവനവും നശിക്കാൻ ഏറ്റവും വലിയ കാരണമായ അമിതമായ മൊബൈലിന്റെ ഉപയോഗം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവരുത്. ഒളിച്ചോട്ടം മുതൽ അവിശുദ്ധ ബന്ധങ്ങൾ മുതൽ ആത്മഹത്യകൾ വരെ മാരകമായ സൂക്കേടുകൾ വരെ ഇന്ന് മുസ്ലിം സമൂഹത്തെ സ്വാധീനിച്ചു. ഈ അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരനായ കുട്ടിയെ കാണാനിടയായി. തിരുവനന്തപുരത്ത് RCCയിൽ നിന്ന് ചികിത്സയും കഴിഞ്ഞ് കോഴിക്കോട് ഇറങ്ങി പള്ളിയിൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോ ആ കുട്ടിയുടെ അസുഖം എന്താണെന്നറിയോ എന്റെ അനിയന്മാർക്ക്? അമിതമായി രാത്രിയിൽ നട്ടപ്പാതിരെ നേരത്ത് വെളിച്ചമില്ലാതെ മൊബൈലിന്റെ നീല കളറിലേക്ക് കണ്ണ് വെച്ച് നോക്കിയപ്പോ അവന്റെ കണ്ണിന്റെ പിൻഭാഗത്ത് സൂക്കേട് ബാധിച്ചു. അഥവാ ചികിത്സയില്ലാത്ത കണ്ണിന്റെ സൂക്കേട്. ഈ കണ്ണ് ഭാഗം ഒന്നാകെ ചുഴിഞ്ഞെടുത്ത് ഈ കണ്ണ് ഭാഗത്ത് ഒരു ഡമ്മി കണ്ണ് വെച്ച ആ കുട്ടിയെ കാണുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, ഇന്ന് നമ്മളെ സ്വാധീനിക്കുന്ന, നമ്മളുടെ ആരോഗ്യത്തിന് പ്രയാസം സൃഷ്ടിക്കുന്ന ഓരോ രംഗത്തും നമ്മൾ ജാഗരൂകരാകണം, മര്യാദയുള്ളവരാകണം. മൊബൈൽ ഉപയോഗിക്കുന്നവരാണോ, നമുക്ക് മര്യാദയുണ്ടാകണം. ആരെങ്കിലും എന്തെങ്കിലും പടച്ചുവിടുമ്പോഴേക്കും അത് ഫോർവേഡ് ചെയ്യരുത്. എവിടെയോ കുടുംബത്തിന്റെ സങ്കടങ്ങളെ പറ്റി പൊലിപ്പിക്കുമ്പോ അത് ആസ്വദിക്കുന്ന രീതിയിലാവരുത്. അള്ള പുറത്തു കൊടുത്തേക്കാം, പലർക്കും അള്ള പുറത്തു കൊടുത്തേക്കാം. നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് എന്തല്ല തന്നിട്ടുണ്ടെങ്കിലും ഏത് പാപം നിങ്ങൾ ചെയ്താലും അള്ള പൊറുക്കാൻ റെഡിയാ. ആ പൊറുക്കണമെങ്കിൽ എന്തു വേണം? നിങ്ങൾ അള്ളാന്റെ അടുത്തേക്ക് മടങ്ങണം. അതുകൊണ്ട് അവസാനമായി ജീവിതത്തിന്റെ ഓരോ സെക്കൻഡും നമുക്കായി നീട്ടിവെക്കുന്ന നമ്മളുടെ മാതാപിതാക്കൾ, മൃഗക്കുഞ്ഞിനേക്കാളും അശക്തമായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കാണുന്ന തണ്ടും തടിയും വാപ്പാന്റെയും ഉമ്മാന്റെയും ചോരയും നീരുമാ അല്ലെന്ന് പറയാൻ മാത്രം ഒരാൾക്കും ഈ കൂട്ടത്തിൽ അവകാശമില്ല. കാരണം ഇന്നലെ രാത്രി എനിക്കുള്ളത് 3 മാസം പ്രായമായ ഒരു ചെറിയ കുഞ്ഞ. ആ കുഞ്ഞിനെ ഒറ്റക്ക് ബെഡിൽ കിടത്തിയപ്പോ കൈകാലിട്ടടിച്ച് ഒറ്റക്ക് കിടക്കുന്നു. ആ ഒറ്റക്ക് കിടക്കുന്ന സമയത്ത് അവൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ല, വിളിക്കാനോ ആവശ്യങ്ങൾ അറിയിക്കാനോ പറ്റുന്നില്ല. അവസാനം കിടന്നുറങ്ങിപ്പോയ അതേ കുഞ്ഞിന്റെ അവസ്ഥയിലേക്ക് ആ രക്ഷിതാക്കളും നമ്മളും എത്തും. കിടക്കുന്ന കിടപ്പിൽ 1ഉം 2ഉം നിർവഹിക്കേണ്ടി വരും. ഒന്ന് നീട്ടി വലിക്കാൻ പോലും ശബ്ദമില്ലാതാകും. കുരച്ചു തുപ്പുന്നത് പോലും വായിന്റെ അരികിലൂടെ ഒലിച്ചു ചാടേണ്ടി വരും. ഒരടി നടക്കണമെങ്കിൽ ആരെങ്കിലും കൈ പിടിക്കേണ്ടി വരും. ഒന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് പോകണമെങ്കിൽ ഒരുപാട് സമയമെടുക്കേണ്ടി വരും. അങ്ങനെ ഒരവസ്ഥ നമ്മളെ രക്ഷിതാക്കൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ പാവപ്പെട്ടവര് ജീവിച്ചിരുന്ന ആദ്യ കാലഘട്ടത്തെ ഓർത്ത് അവരോട് നമ്മൾ കാരുണ്യം കാണിക്കണം. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ. എന്ന വർത്താനം മലയാള ഭാഷയിലെ ഏറ്റവും ചെറിയ മോശവർത്തമാനമാ എന്ന നോട്ടം പോലും ആ വാപ്പാന്റെ ഉമ്മാന്റെ നേരെ നോക്കരുത്. ആ വാപ്പാനോട് ഉമ്മാനോട് ചോദിക്കണം ഓരോ നിമിഷവും, നിങ്ങൾക്ക് എന്നോട് വെറുപ്പുണ്ടോ ഉമ്മ?
എന്റെ സ്വഭാവം, എന്റെ പെരുമാറ്റം എന്റെ മാതാപിതാക്കൾക്ക് സങ്കടം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ടെന്നെങ്ങാനും അവരെ ഉള്ളിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ, ആ ഒരു തോന്നൽ നമ്മൾ സ്വഭാവം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, ലോകത്തിന്റെ റബ്ബ് പഠിപ്പിച്ചു, ഉഖൂഖൽ ഉമ്മഹാത്ത്, ദുനിയാവിൽ അള്ള കണക്ക് നോക്കി തരാൻ തുടങ്ങും. മാതാപിതാക്കളുടെ നെഞ്ചു പൊട്ടിച്ചാൽ, കണ്ണു നിറച്ചാൽ അതിന് പരലോകം വരെ കാത്തിരിക്കണ്ട. ഇഹലോകത്ത് വെച്ച് തന്നെ കണക്ക് നോക്കി തരാൻ അള്ളാഹു റെഡിയാ. അത് കൊടുക്കുന്നുണ്ട് അള്ളാഹ്. ആ കൊടുക്കുന്നത് നമ്മളെ നേരെ ആവാതിരിക്കാൻ ഉമ്മന്റെയും വാപ്പന്റെയും അടുത്തിരിക്കണം, കയ്യൊക്കെ ഒന്ന് പിടിക്കണം, എന്നിട്ട് സൗഹൃദത്തോടെ സംസാരിക്കണം. ജീവിതത്തിൽ ഏറ്റവും നല്ല സ്വഭാവം നമ്മൾ കാണിക്കേണ്ടത് കൂട്ടുകാരികളോടോ ഏതെങ്കിലും കൂട്ടുകാരോടോ അല്ല. ബൈക്കിൽ ഇരുത്തി പറക്കുന്ന സഹോദരങ്ങളോട് നമ്മൾ ഇരുത്തേണ്ടതും ബഹുമാനിക്കേണ്ടതും നമ്മളെ മാതാപിതാക്കളെയാ. ഒരു വാപ്പ പറഞ്ഞ ഒരു വാക്കുണ്ട്, 2.5 ലക്ഷം എന്റെ ചോര നീരാക്കിയിട്ട ഞാൻ ഓനാ ബൈക്ക് വാങ്ങിക്കൊടുത്തത്. അതുമ്മലൊന്ന് കയറാൻ നോക്കിയപ്പോ എന്നോട് പറയാ, നിങ്ങൾക്കത് വഴങ്ങൂല, ഇതുമ്മൽ കുത്തിരുന്ന ഒരു സ്റ്റൈല് കിട്ടൂല. കാരണം ഓൻ കുനിഞ്ഞിരുന്നാൽ ബാക്കിൽ പൊന്തി നിൽക്കുന്ന ആ സീറ്റിലിരിക്കാൻ മാത്രം ഓന്റെ വയസ്സായ വാപ്പവന് പവറിനൊത്തിട്ടില്ല. ആ വാപ്പ തലയും താത്തി നടക്കുന്നുണ്ടെങ്കിൽ ആ വാപ്പാനെയും ഉമ്മാനെയും തിരിച്ചറിയലാ പുണ്യം. അതാ വിദ്യാഭ്യാസം. അത് നേടലാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും നല്ല യോഗ്യത. ആ തിരിച്ചറിവ്. ഉമ്മാനെയും കുട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോ ഉമ്മാന്റെ ചുളിഞ്ഞ കൈയും നീളം സ്പർദ്ധയും നീളം മസ്തയും കാണുമ്പോ തല കുനിക്കേണ്ട പെൺമക്കളെ, ഇതിന്റെ ഉമ്മയാ, ഈ ഉമ്മാന്റെ ഗർഭപാത്രത്തിലായിരുന്നു ഞാൻ, ഈ ഉമ്മാന്റെ ചോരയും നീരും ഊറ്റിക്കുടിച്ചത് കൊണ്ടാ ഉമ്മ ചുക്കിച്ചുളിഞ്ഞു പോയത്, ഉമ്മ ശോഷിച്ചു പോയത്, ഉമ്മാന്റെ പവറൊക്കെ പോയതേ നമ്മക്ക് തിന്നാൻ തന്നതുകൊണ്ടും ഉമ്മാന്റെ അകിടുന്ന് പാല് നമ്മൾ വലിച്ചു കുടിച്ചതുകൊണ്ടാ. ആ തിരിച്ചറിവാണ് യഥാർത്ഥ തിരിച്ചറിവ്. അതുകൊണ്ട് മക്കളോട് കൗമാരം അതൊരു പ്രതീക്ഷയാ, 1000 സ്വപ്നങ്ങളാ. നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നെഞ്ചുരുകി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുടെ സ്വപ്നം, കുടുംബത്തിന്റെ സ്വപ്നം, അത് നശിപ്പിക്കല്ലേ മക്കളെ. ചെറിയ ചെറിയ സുഖത്തിന് വേണ്ടി സ്വന്തം ജീവിതം നശിപ്പിച്ച് കളയുമ്പോ നിങ്ങൾ മാത്രല്ല നശിക്കുന്നത്, നിങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച മാതാപിതാക്കളു കൂടിയാ. അവസാനം എങ്ങനെ വീണുകിടന്നാലും നോക്കാനും അവര് തന്നെ ഉണ്ടാകും. ഇപ്പോഴും ആ വാപ്പ വെള്ളം ജ്യൂസാക്കിയിട്ട് കഴുത്തിലൂടെ ഒഴിച്ചു കൊടുക്കുമ്പോ ആ വാപ്പ പറയുന്നൊരു വാക്കുണ്ട്, എല്ലോ ഞാൻ തന്നെ സഹിക്കേണ്ടി വന്നു. ഓൻ അങ്ങനെ പേച്ചു പോകുന്നത് കണ്ടപ്പോ എനിക്ക് ബേജാറായി, ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോ അതിനേക്കാളേറെ ബേജാറായി. ജനിപ്പിച്ചതിന്റെ പേരിൽ മാതാപിതാക്കളുടെ കണ്ണീര് വരുത്തരുത്. കാരണം അവരുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളും ലോകം കണ്ടത്. ആ ലോകം കണ്ടതിന് തിരിച്ചു കൊടുക്കേണ്ടത് ഹൃദയം തുറന്ന സ്നേഹമാ, ഹൃദയം തുറന്ന കാരുണ്യമാ. അത് റബ്ബ് മനസ്സ് നിറയെ തന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കി മക്കളെ, കൊടുക്കി അനിയത്തിമാരെ, കൊടുക്കി അനിയന്മാരെ, വാരിക്കോരി രക്ഷിതാക്കൾക്ക് കൊടുക്കി. എങ്കിൽ അള്ളാഹു ഉണ്ടാകും കൂടെ, അള്ള ഉണ്ടാകും ഓരോ നിമിഷവും. അങ്ങനെ കുടുംബത്തെ സ്നേഹിക്കുന്ന നല്ല മക്കളാവാൻ, നല്ല കുടുംബമാവാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.